السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضوان الله. أما بعد، محمدا سموا نبي الهدى وهو أحق الناس بالحمد، صلى عليه الله ما أشرقت شمس الضحى في ذلك السعد. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, വലിയ മഖ്ദൂം എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാനവറുകളുടെ കാലഘട്ടത്തിൽ കോളറ എന്ന രോഗം പടർന്നപ്പോൾ നാടുകളിലെ ആളുകൾ വേവലാതി പോയി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഹ്രസ്വമായി ഒരു കാവ്യം രചിക്കുകയും അത് സമൂഹത്തോട് ചൊല്ലാൻ പറയുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണ്, ഒരു കാവ്യ ശൃംഖലയാണ് മങ്കൂസ് മൗലൂദ് എന്നുള്ളത്. ഈ മങ്കൂസ് മൗലൂദിലെ 4ാമത്തെ ഫസ്ലാണ് ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് കിട്ടിയ വിഷയം. ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന താബിഈകളിൽപ്പെട്ട ഒരു ചരിത്രകാരൻ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് ശേഷം 7ാം ദിവസം അബ്ദുൽ മുത്തലിബ്, പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തങ്ങൾക്ക് വേണ്ടി ഒരു ബലിയറുക്കുകയാണ്. ആ ബലിയറുക്കുന്ന സദസ്സിലേക്ക്, ആ ഒരു കാര്യത്തിലേക്ക് ഖുറൈശികളായ ആളുകളെ അബ്ദുൽ മുത്തലിബ് ക്ഷണിക്കുകയാണ്. ബലിയറുക്കുന്ന ഒരു പ്രവണത അഖീഖത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് പാരമ്പര്യമായി നാം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കാര്യമാണ്. ഇത് പിതാക്കന്മാർക്ക് മക്കളോടുള്ള ബാധ്യതയായി കണക്കാക്കപ്പെടുന്നു. ഒരു മകൻ ജനിച്ചാൽ ആ മകന്റെ 7ാം ദിവസം അഖീഖത്ത് അറുക്കുക, ആ കുട്ടിക്ക് വേണ്ടി ഒരു ബലി അറുക്കുക എന്നുള്ളത് തന്റെ പിതാക്കന്മാർക്ക് ഒരു ബാധ്യതയായി സമൂഹം കണക്കാക്കപ്പെടുന്നു. അറബികൾക്കിടയിലും ഈ ഒരു പ്രവണത വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബലിയറുക്കുന്നു. ഖുറൈശികളെ ക്ഷണിക്കുന്നു, അവരെ ഭക്ഷിപ്പിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. പണ്ട് കാലത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് മുമ്പ് തന്നെ അതിഥികളെ സൽക്കരിക്കുക, ഭക്ഷണം നൽകുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് എല്ലാ സമൂഹവും കണ്ടുവരുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അന്ത്യദിനത്തിലും ആഖിറത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ. അതിഥികളെ സൽക്കരിക്കുന്നതിന്റെ പ്രാധാന്യം വിളിച്ചോതുകയാണ് ഈ മുത്തുനബിയുടെ പ്രവാചകധ്യാപനം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിൽ അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. മഹാനവറുകൾ അതിഥിയെ സൽക്കരിക്കുന്നതിൽ വലിയ
സന്തോഷം പ്രകടിപ്പിച്ചവരായിരുന്നു. എവിടെ നിന്ന് അതിഥി കിട്ടാലും ഒരു ദിവസം പോലും അതിഥിയെ സൽക്കരിക്കാത്ത ഒരു ദിവസം പോലും മഹാനവറുകൾ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയ്ക്കും അതിഥികളെ തേടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ച ചരിത്രങ്ങളൊക്കെ ഇബ്രാഹിം നബി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ വന്ന ഖുറൈശികൾ ഭക്ഷണം കഴിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു 7-ാം ദിവസത്തിന്റെ സന്തോഷത്തിൽ എല്ലാവരും പങ്കാളികളാകും. അവർ ചോദിക്കുന്നു, യാ അബ്ദുൽ മുത്തലിബ് മാ സമ്മൈത ബനക, തന്റെ മകനിക്ക് എന്താണ് പേര് വെച്ചത് എന്ന് അവർ ചോദിക്കുന്നു. സർവ്വസാധാരണയാണല്ലോ വീട്ടിലേക്ക് അതിഥികൾ വരികയും വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും പരസ്പരം വിശേഷങ്ങൾ കൈമാറുകയും ചെയ്യുക എന്നുള്ളത് ഒരു പതിവായി കണ്ടുവരുന്ന കാര്യമാണ്. അങ്ങനെ അവർ ചോദിക്കുകയാണ്, എന്താണ് കുട്ടിക്ക് പേര് വിളിച്ചത് എന്ന്. അവർ ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നു, സമ്മൈതുഹു മുഹമ്മദാ, ഈ കുട്ടിക്ക് ഞാൻ പേര് വിളിച്ചത് മുഹമ്മദ് എന്നാണെന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ പേര് കേട്ടതും അവർ അത്ഭുതപ്പെടുകയാണ്. അവർ ചോദിക്കുന്നു, തന്റെ പിതാക്കന്മാരിൽ ആരിലും ഇങ്ങനെയുള്ളൊരു പേര് നാം കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ, പരിചയമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിചയമില്ലാത്ത പേര് വിളിച്ചു? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പേര് വിളിച്ചു? നിങ്ങളുടെ പിതാക്കന്മാരിൽ നല്ല നല്ല പേരുള്ളവരുണ്ടല്ലോ, അത് വിളിച്ചാൽ പോരെ എന്ന് അബ്ദുൽ മുത്തലിബിനോട് അവർ ചോദിക്കുന്നു. മഹാനായ അബ്ദുൽ മുത്തലിബ് പറയുന്നു, ഞാൻ പേര് വിളിക്കാനുള്ള കാരണം സർവ്വലോകരും ലോകാവസാനം വരെ സ്തുതിക്കപ്പെടുന്ന ഒരു കുട്ടിയായി മാറാൻ വേണ്ടിയാണ് ഈ കുട്ടിക്ക് ഞാൻ മുഹമ്മദ് എന്ന പേര് വെച്ചത് എന്ന്. മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. ആ ഒരു സ്തുതിക്കപ്പെടുന്നവൻ എന്ന നിയ്യത്ത്, ആ ഒരു അർത്ഥം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം, ജീവിതത്തിലും മരണാനന്തരവും ഉണ്ടാവണം എന്ന നിയ്യത്തോടുകൂടി, ആ ഒരു നിയ്യത്തോടു കൂടിയാണ് ഞാൻ പേര് വിളിച്ചത് എന്ന് അബ്ദുൽ മുത്തലിബ് അവരോട് പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളിൽ പേര് വിളിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ന്യൂജൻ പേരുകളിലേക്ക് ആളുകൾ ആകർഷമായിരിക്കുകയാണ്. കേട്ട് പരിചയമില്ലാത്ത, ആരിലും കാണാത്ത, ആരിലും കേൾക്കാത്ത ഒരു പുതിയ പേര് എന്റെ കുട്ടിക്ക് വേണം. ഉസ്താദുമാരോട് ചോദിക്കുന്നു, ബാക്കിയുള്ളവരോട് ചോദിക്കുന്നു, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ഉമ്മയുടെ പേരിന്റെ തുടക്കവും ഉപ്പയുടെ പേരിന്റെ അവസാനവും കൂട്ടിച്ചേർത്ത് ഒരു പേരുണ്ടാക്കുന്നു, കുട്ടിക്ക് വിളിക്കുന്നു. പേരിന്റെ അർത്ഥമോ സാരമോ ഒന്നും തന്നെ ഉദ്ദേശിക്കാതെ വെറുതെ പേര് വിളിച്ച് പോകുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നകും തുദഊന യൗമൽ ഖിയാമ, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വബിഅസ്മാഇ ആബായികും ഫഅഹ്സിനു അസ്മാഅകും. നിങ്ങളെ അന്ത്യനാളിൽ വിളിക്കപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെയാണ് വിളിക്കപ്പെടുക? താങ്കളുടെ പേര് കൊണ്ടും താങ്കളുടെ പിതാക്കന്മാരുടെ പേര് വിളിച്ചുകൊണ്ട് ഞാൻ അന്ത്യനാളിൽ നിങ്ങളെ വിളിക്കപ്പെടും. ഫഅഹ്സിനു അസ്മാഅകും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരിനെ നല്ല പേരാക്കി മാറ്റൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നാളെ മഹ്ശറയിൽ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ മുന്നിൽ വഷളാവാതിരിക്കാൻ നിങ്ങളുടെ പേര് നന്നാക്കൂ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് മഹാനായ ഇബ്നു ഇസ്ഹാഖ് എന്നവർ വിവരിക്കുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് മുൻപുള്ള ആമിന ബീവിയുടെ ഒരു സുന്ദരമായ സന്ദർഭത്തെയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവത്തോട് അടുത്ത സമയത്ത് ഒരു വീട്ടിൽ തനിച്ച് നിൽക്കുകയാണ്. പക്ഷെ മഹദിക്ക് അനുഭവപ്പെടുന്നില്ല ഏകാന്തത എന്താണെന്ന്.
വഹിയ ഫരീദത്തുൻ, മഹദി ഒറ്റക്കാണ്. പക്ഷെ ആ ഒരു ഏകാന്തത അനുഭവപ്പെടുന്നില്ല. മുത്തുനബിയുടെ നൂറാകുന്ന പ്രകാശം കൂട്ടിനുണ്ട് എന്ന ഒരു സന്തോഷം മഹദിയിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ മലായികത്തുകളും പറവകളും ആ വീടിന് ചുറ്റും ഒരുമിച്ച് കൂടുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജന്മദിനത്തിന് സാക്ഷിയാവാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടുകയാണ്. പറവകൾ വട്ടമിട്ട് പറക്കുന്നു. എങ്ങനെയാണ് ഉണ്ടാവാതിരിക്കുക? ഇങ്ങനെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് സംഭവിക്കാതിരിക്കുക? സയ്യിദുൽ ആലമീനായ സർവ്വലോകരുടെയും നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗതമല്ലേ ലോകത്തിലേക്ക് വരുന്നത് എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ഈ ഒരു ഫസ്ൽ അവസാനിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കാനും അവിടുത്തെ ആശയങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.